ഹായ് കൂട്ടുകാരെ, കടലപ്പിരളനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് ചുവന്ന കടല തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അത് നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട്. നല്ലപോലെ കഴുകി വാരി വൃത്തിയാക്കി ഇത് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. മുങ്ങാൻ പാകത്തിന് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് പൊങ്ങി നിൽക്കണം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം 4 വിസിൽ വരുന്നത് വരെ. ഈ ഒരു കടലപ്പിരളൻ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. കുറച്ചധികം തന്നെ ഇരുന്നോട്ടെ. ചെറിയ ഉള്ളി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്, തോല് കളഞ്ഞിട്ട്. 2 കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില ഇതിന് അത്യാവശ്യമാണ്, എന്നാലാണ് ഇതിൻ്റെ യഥാർത്ഥ മണം നമുക്ക് ലഭിക്കുക. കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് വെളുത്തുള്ളി. അധികം ഇരുന്നോട്ടെ. കടലയ്ക്ക് ഗ്യാസ്ട്രിക് സ്വഭാവം ഉള്ളത് കൊണ്ട് അത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം ചേർത്തുന്നത്. ഇഞ്ചി കൂടരുത്. ഈ ഒരു ചെറിയ കഷ്ണം 2 മതിയാകും. വെളുത്തുള്ളി കൂടിയാലും കുഴപ്പമില്ല. പിന്നെ കടല 4 വിസിലടിച്ചിട്ട് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. പ്രായമുള്ള ആളുകൾക്ക് ഒരു വിസിൽ കൂടി കൂട്ടിയടിക്കാം. 6 വിസിൽ വരെ ആവാം. ഇത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ മറ്റ് സാധനങ്ങൾ: കുരുമുളക് ഒരു 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ ജീരകം, വലിയ ജീരകം എടുത്താലും കുഴപ്പമില്ല, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2-2.5 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ തേങ്ങക്കൊത്ത് ഒരു ടേസ്റ്റിന്. ഇത്രയും സാധനങ്ങളാണ് കടല പിരളന് ആവശ്യമായി എടുത്തിട്ടുള്ളത്. നമുക്കിനി പാചകത്തിലേക്ക് കിടക്കാം. ഒരു ചീനച്ചട്ടി ചെറുത് അലുമിനിയത്തിൻ്റെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ വെളുത്തുള്ളിയെ വറുത്തെടുക്കാം. ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വരുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഞാനിത് കോരിയിടുന്നത് എൻ്റെ മിക്സിയുടെ ചെറിയ ജാറിലാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വിഭവമാണ്. ഉച്ചയ്ക്ക് നമുക്ക് തൈരോ സാലഡോ അതിൻ്റെ ഒപ്പം നമുക്കിത് കൊടുത്തുവിടാം സ്കൂളിലേക്ക്. ഇതിലേക്ക് ഞാൻ തീ ഒന്ന് താഴ്ത്തിയ ശേഷം കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. കുരുമുളക് പൊട്ടി വന്നിട്ടുണ്ട്. അതോടൊപ്പം ജീരകം കൂടി ചേർത്ത് നമുക്ക് വറുത്ത് ഈ ഒരു ജാറിലേക്ക് മാറ്റാം. തീ നല്ലോണം താഴ്ത്തി കൊടുത്ത ശേഷം കുറച്ച് മാറി നിന്നിട്ട് ഈ പൊടികളെല്ലാം കൂടെ ഈ ഒരു ബാക്കിയുള്ള ഒരു 1/2 ടീസ്പൂണോളം എണ്ണയിലേക്ക് കൊട്ടിയിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് ചൂടാക്കി എടുക്കാം. ഇത് കരിയാൻ പാടില്ല. ഒരുവിധം ചൂടാകുമ്പോൾ നമുക്ക് ഇതും കൂടി മിക്സിയിലേക്ക് മാറ്റാം. പൊടികൾക്കൊക്കെ നല്ല ചെറുന്ന നിറം വന്നിട്ടുണ്ട്. ഇത് ഉണ്ടാക്കുമ്പോൾ ഞാനീ പറഞ്ഞിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതിയാകും. അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല. ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഇതേ അളവിലെടുത്ത് വേണം ട്രൈ ചെയ്യാൻ. അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ കുറച്ച് അളവെടുക്കുക. ഞാനിപ്പോൾ 2 ഗ്ലാസ് കടലയാണ് എടുത്തിട്ടുള്ളത്, വെള്ളത്തിലിട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/2 ഗ്ലാസ് കടലയെടുത്ത് സാധനങ്ങൾക്ക് അതിനനുസരിച്ച് ചെറുതാക്കി നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് ഏകദേശം ശരിയായി വന്നിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്ത ശേഷം ഇതും കൂടെ നമുക്ക് ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് കറക്കിയെടുക്കണം. ഇത് നല്ലപോലെ ആറിയ ശേഷം, തണുത്ത ശേഷം നമുക്ക് അരച്ചെടുക്കാം. ഉണ്ണികൾ ഉച്ചയ്ക്ക് ടേസ്റ്റോടു കൂടി അവരുടെ ഉച്ചഭക്ഷണം കഴിക്കാനുള്ള 2 ഡിഷാണിത്, കടലപ്പിരളനും തൈര് സാലഡും. അപ്പം ഞാനിവിടെ 2 ഗ്ലാസോളം തൈരാണ് എടുത്തിട്ടുള്ളത്. കട്ട തൈരാണ്. അതിലേക്ക് ഒരു വലിയ സവാള കൊത്തി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയില ഇങ്ങനെ കഴുകി നല്ലോണം ചെറുതാക്കി അരിഞ്ഞ് പീസാക്കി ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കാം. എൻ്റെ കുട്ടികളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ അവർക്ക് എപ്പോഴും കൊടുത്തയക്കുന്ന ഒരു ഭക്ഷണമാണിത്, കടലപ്പിരളനും തൈര് സാലഡും. ഇത് ഉച്ചയാകുമ്പോഴേക്കും നല്ലൊരു കോമ്പിനേഷനുമാണ്. അവർക്ക് സ്വാദോടുകൂടി ഇത് കഴിക്കുകയും ചെയ്യാം.
വയറിനും നല്ലതാണ്. പിന്നെ കടലയൊക്കെ കുട്ടികൾക്ക് ധാന്യങ്ങളൊക്കെ നൽകുന്നത് പോഷകപ്രദവും ആയിരിക്കും. അപ്പോൾ നമ്മുടെ സാലഡും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പാകം ചെയ്തെടുക്കാം. ഓടിൻ്റെ ചീനച്ചട്ടി ഞാൻ അടുപ്പത്താണ് വെച്ചിട്ടുള്ളത്. കാരണം ഈ കടല പെട്ടെന്ന് തന്നെ നമുക്ക് ശരിയായി കിട്ടും. ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഏറ്റവും നല്ലത്. കടലയ്ക്കൊരു കറുത്ത കളറ് വന്നിട്ട് നല്ല കാഴ്ചയ്ക്ക് നല്ല ഭംഗിയാണ്, നമ്മുടെ ശരീരത്തിനും ഗുണപ്രദമാണ് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി. ഞാനിവിടെ ഓടിൻ്റെയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കടുകാണ് ഇതിലേക്ക് ആദ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം ചെറിയ ഉള്ളിയാണ്, അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയാണ് അടുത്തതായി ഇടുന്നത്. പിന്നെ കറിവേപ്പിലയും മല്ലിയിലയും കൂടെ തന്നെ ഇഞ്ചി ചതച്ചതും എല്ലാം ചേർത്ത് കൊടുത്ത് നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇതിനൊരു 4 ടീസ്പൂണോളം വെളിച്ചെണ്ണ ആവശ്യമാണ്. അപ്പോൾ അത് കുറഞ്ഞു പോയാൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പം നല്ലോണം ഉള്ളിയെല്ലാം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് മല്ലിപ്പൊടി, ആ പൊടികളെല്ലാമാണ് മിക്സിയിൽ നമ്മൾ ചതച്ചെടുത്തിട്ടില്ല, നന്നായിട്ട് അരച്ചെടുത്തിട്ടില്ല, വെള്ളമില്ലാതെ അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റ്. ഇതും കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പേസ്റ്റാണ് ഈ ഒരു കടല പിരളൻ്റെ യഥാർത്ഥ രുചി. ഇപ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം കുറേ സമയമൊന്നും വെക്കണമെന്നില്ല, കാരണം നമ്മളിത് വറുത്തരച്ചതാണ്. നല്ലൊരു പേസ്റ്റായി, എല്ലാം കൂടി കലർന്നു. ഇതിലേക്ക് നമുക്ക് ഈ നാളികേര കൊത്തുകൂടി ചേർത്ത് കൊടുക്കാം. അതൊരു ടേസ്റ്റിനാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, കുട്ടികൾക്കത് ഇഷ്ടമാകും. പണി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ഈ ഒരു കടല വേവിച്ചത് വെള്ളത്തോടു കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ വെന്ത വെള്ളം കളയരുത്. ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് വറ്റിച്ചെടുക്കണം, അടച്ചു വെക്കരുത്, വറ്റിച്ചെടുക്കണം. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ വന്ന് നോക്കുമ്പോൾ ഈ ഒരു കടല നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി നല്ല കറുത്ത നിറത്തിൽ നല്ലൊരു കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇരുന്നിരുന്നതിന് നല്ലൊരു കളർ വരും ചട്ടിയിൽ ഇരുന്നിരുന്ന്. ഇത് കഞ്ഞിക്ക് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇതേപോലെ തന്നെയാണ് ഞാൻ കോഴി വരട്ടുന്നത്. അത് പിന്നീട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇതൊന്ന് ട്രൈ ചെയ്യണേ ഗൈസ്. അഭിപ്രായങ്ങൾ കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതിനെ വിളമ്പാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഉച്ചയ്ക്ക് ചോറ്, സാലഡും ഈ ഒരു കടലപ്പിരളനും കൂട്ടി ഒന്നുണ്ട് നോക്കൂ.